മലപ്പുറം തൊടിയപുലത്ത് 16-കാരി പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇന്നലെ സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. പ്രായപൂർത്തിയാകാത്ത ആൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുന്നാണ് മാതാപിതാക്കളോട് വഴക്കിട്ടിട്ട് 16-കാരി തന്റെ ബസ്റ്റിയോടൊപ്പം നാട് വിട്ടുപോയിട്ട് അർദ്ധരാത്രി കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ക്രൂര ബലാത്സംഗത്തിന് ഇരയായ വാർത്ത നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ഇന്ന് രാവിലെ മാതാപിതാക്കളോടൊപ്പം വീട്ടിൽ നിന്നിറങ്ങിയ 16-കാരി സ്കൂളിലേക്കാണെന്നും പറഞ്ഞു പോയത് തന്റെ ബസ്റ്റിയോടൊപ്പം. പിന്നീട് ആ കുട്ടി തന്റെ ബെസ്റ്റിയായ +2 പഠിക്കുന്ന ആൺ സുഹൃത്തിന്റെ കരങ്ങളാൽ കൊല്ലപ്പെടുകയാണ്. കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളൊക്കെ മുതിർന്നവരെക്കാളും കൂടുതൽ പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളിലേക്ക് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളാലും കൊലപാതകങ്ങളാലും നിയമപാലകർ പൊറുതിമുട്ടി നിൽക്കുന്ന അവസരത്തിലാണ് തടവുകാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത്. സംഗതിയൊക്കെ ശരിയാണ്, അവർ മനുഷ്യരാണ്, പാവങ്ങളാണ്, പണിയെടുക്കുന്ന ആളുകളാണ്. എന്നിരുന്നാലും ഇത്തിജാതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉറക്കനെ പറയാൻ പറ്റുമോ? അങ്ങനെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വകാര്യമായിട്ട് ശമ്പളം കൂട്ടിക്കൊടുത്തിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കല്ലേ വേണ്ടത്. അല്ലാതെ ഇത് സമൂഹത്തിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ പറ്റുമോ? നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി. ദിവസവും കുളിച്ചു മാറ്റി പണിക്ക് പോകുന്ന 1200 രൂപ ദിവസം കൂലി കിട്ടുന്ന ഒരുത്തന് ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ കഴിക്കാൻ കഴിയുന്നില്ല. നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് തടവുകാർക്ക് അവിടെ കൊടുക്കുന്നത് എന്നുള്ള ചീത്തപ്പേര് അല്ലെങ്കിൽ തന്നെ ഉണ്ട്. അതിന്റെ പുറമാണ് ഇപ്പം ശമ്പള വർധനവും കൂടി. നമ്മളിവിടെ ഗൾഫ് നാടുകളിലൊക്കെ ഈ വാറ്റിട്ടൊക്കെ പിടിക്കപ്പെടുന്ന ആളുകൾ പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കലുണ്ട്. അപ്പൊ അവർ പറയുന്നത് എന്താണെന്നറിയോ? ജീവനുണ്ടെങ്കിലും മോനെ ഇമാതിരി പണിക്കൊന്നും പോരുത്. ആ ജയിലിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ? ഇന്ന് ഇരിക്കാനും കഴിയില്ല, കിടക്കാനും കഴിയില്ല, ഒരു നായ്ക്കൂട് പോലത്തെ ഒരു കൂട്ടിൽ കൊണ്ടിടും. ജീവിതം വെറുത്തു പോകുന്നൊക്കെ പറയാം. പിന്നെ എങ്ങനെയാണ് ഈ കഥ കേട്ടിട്ട് ഒരാൾ ജയിലിലേക്ക് പോവുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ നമ്മളെ നാട്ടിലെ ജയിലിലെ അവസ്ഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരാണ് ഒന്നും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കാതിരിക്കുക? അങ്ങനെ ആഗ്രഹിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? പല കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആ ജയിലിലെ അവസ്ഥകളൊക്കെ ആലോചിച്ചിട്ട് പിൽക്കാലത്ത് ഇനി എങ്ങനെ മരിച്ച് ജീവിക്കുന്ന ആലോചിച്ചിട്ട് അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ ചെയ്യുക. എന്നാലും നമ്മുടെ നാട്ടിലെ ജയിലിലെ അവസ്ഥ അങ്ങനെ ആണോ? നരക ജീവിതമാണോ അവിടെ? ജയിലിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു വില ഉണ്ട്, അത് നിങ്ങൾ ഇല്ലാതാക്കല്ലേ. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇരയാക്കപ്പെടുന്ന ആളുകൾ പിന്നീട് നരകിച്ച് ജീവിക്കുക, ഇതൊക്കെ എന്ത് നിയമമാണ്? കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടാത്തോടത്തോളം കാലം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ അധികരിച്ചുകൊണ്ടേയിരിക്കും.